വെൽക്കം ടു ഡീപ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര വെയിൽസിലേക്കാണ്. നമ്മൾ ആദ്യമായിട്ട് വെയിൽസിലേക്ക് പോകുന്നത്. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂറുണ്ട്. നമ്മൾ പോകുന്നത് വെസ്റ്റ് വെയിൽസ്, സൗത്ത് വെസ്റ്റ് വെയിൽസ് നമ്മൾ പോകുന്നത്. നമ്മൾ ഹോളിഡേ പാർക്ക് വിത്ത് ക്യാമ്പിങ്. ഹോളിഡേ പാർക്കാണ്, ക്യാമ്പിംഗ് സൈറ്റും ഉണ്ട്. നമ്മളെടുത്തിരിക്കുന്ന ക്യാമ്പിംഗ് സൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 3-4 ദിവസത്തെ പരിപാടിയാണ്. ഫുൾ സെറ്റ് മൊത്തം വണ്ടി ഫുൾ പാക്കാണ്, മൊത്തം പാക്ക് മൊത്തം നമ്മൾ ഇത്രയും വലിയ വണ്ടി മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. വെയിൽസിലേക്ക് നമ്മൾ കയറുവാണ്. ഇത് കടല് കയറി കിടക്കുന്ന സ്ഥലമാണ്. വെയിൽസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലത്തിലേക്ക് നമ്മൾ കയറുന്നു. പ്രിൻസ് ഓഫ് വെയിൽസ് എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. വെയിൽസിലേക്ക് കണക്ട് ചെയ്യുന്ന വെയിൽസിലേക്ക് കയറുന്നുണ്ട് പാലം. അല്ലെങ്കിൽ സാധാരണ പോലെ വേറെ കറങ്ങിയിട്ട് നമുക്കൊക്കെ ഇവിടുന്ന് പോകുമ്പോഴാണ് ഈ പാലം കയറി നേരെ വെയിൽസിലേക്ക് നിൽക്കുന്നത്. നേരെ കയറും, നേരെ കാർഡിഫിലേക്ക് കയറും. ഇപ്പോൾ നമ്മൾ പോകുന്നത് വെസ്റ്റ് വെയിൽസാണ് പോകുന്നത്. നമുക്ക് ഏകദേശം ഇവിടുന്ന് 130 മൈലുണ്ട് നമ്മൾ വെസ്റ്റ് വെയിൽസ് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താൻ. ആ സ്ഥലത്തിൻ്റെ പേര് ഹോളിഡേ പാർക്കാണ്. ട്രക്ക് ഫെക്സ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതായത് പെംബോക്ക്ഷയറിലാണ് ആ സ്ഥലം ഇരിക്കുന്നത്, ഈ നമ്മുടെ ക്യാമ്പിംഗ് സ്ഥലം ഇരിക്കുന്നത്. 3 ദിവസം നമ്മളവിടെ സ്റ്റേ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് കാണേണ്ട ഓരോ സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ടൈമാണ്. മെയിനായിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പെംബോക്ക്ഷയർ, അതിനടുത്തുള്ള ടെൻബേ ബീച്ച്, പിന്നെ കാൾഡി ഐലാൻഡ്, ദെൻ ഒരു പെംബോക്ക്ഷയർ നാഷണൽ കോസ്റ്റൽ ഏരിയ ഉണ്ട്, അതൊരു നാഷണൽ പാർക്കാണ്, അവിടെ പോകണം. പിന്നെ ഒരു ഹെൻറി വാട്ടർഫോൾ ഉണ്ട്, അത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ കവർ ചെയ്യാമെന്ന് ഓർക്കുന്നുണ്ട്. സോ ഞങ്ങളെത്തി ഞങ്ങളുടെ ക്യാമ്പിംഗ് പ്ലേസിൻ്റെ അടുത്ത്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. വെയിൽസിലെ ഒരു എന്നാ സ്ഥലത്തിൻ്റെ പേര് പെംബോക്ക്ഷയർ അങ്ങനെ തോന്നുന്നു. ഇവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റാണ്. ഞങ്ങൾ വന്ന് നമ്മുടെ വണ്ടിയിൽ അറ്റാച്ച് ചെയ്യുന്ന ടെൻറ്റ് നമ്മൾ കൊണ്ടുവന്നു. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളൊരു 4 ദിവസം ഇവിടെ ചെറുതായിട്ട് ചെറിയ കുക്കിങ്ങും പിന്നെ നമ്മൾ ഈ സ്ഥലമെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അങ്ങനെ. ഇതൊരു ഹോളിഡേ പാർക്കാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ക്യാരവാനായിട്ടും അല്ലാണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന വേറെ ആൾക്കാരായിട്ടൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് ഹോളിഡേ പാർക്കിൽ. നല്ല തിരക്കാണ് ഇപ്പം. ഈ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും ഹോളിഡേ അതുകൊണ്ട് നല്ല തൊപ്പ് തുറന്നു പോകുന്നു. നല്ല വിൻഡുണ്ട്, നല്ല വെതറാണ്, നല്ല വെയിലുമാണ്. പക്ഷേ നല്ല ചൂടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ പിന്നെ ചൂട് കണ്ട് ഭയങ്കര സന്തോഷത്തിൽ. നമ്മൾ തൊപ്പിയുമ്പോൾ ചെയ്യും ചൂടെന്ന് പറയാം. എന്നാൽ ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു. ഇന്ന് 26 അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ ഈ കാറ്റൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഇച്ചിരി ഇപ്പോൾ സമയം 6:30 അതുകൊണ്ട് ഇച്ചിരി വെയിലുണ്ടെങ്കിലും ചൂടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണേലും വിഷാനും വിഹാനും ഇപ്പോൾ ഇവിടെ പൂളിൽ പോയി കളിച്ചിട്ട് വന്നിരിക്കുകയാണ്. 2 പേരും പൂളിലൊക്കെ കളിച്ചു. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടിരിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ. ഐസ്ക്രീം ഇതാണ് നമ്മുടെ റിസപ്ഷൻ. നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് വന്ന് ഇവിടെ തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട് പിള്ളേർക്ക്. നമ്മൾ ആ റിസപ്ഷൻ്റെ പുറകിലാണ് ഈ പൂള്. പിന്നെ ഇവിടെ നേരെ നമ്മൾ താഴോട്ട് വരുന്നു. താഴോട്ട് ഇറങ്ങിയ സൈഡിലേക്ക് പോകുന്നത് ക്യാമ്പർ വാൻ, അതായത് ഇതുപോലത്തെ ക്യാമ്പർ വാനുണ്ട്. കാരവാൻ ഇതുപോലത്തെ കാരവാൻ ഉണ്ട്. ഹോളിഡേ ഹോംസ് അതിൻ്റെ ഈ താഴേക്ക് ഇറങ്ങി പോവാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഫുള്ള് വ്യൂ. ഈ ഹോളിഡേ പാർക്കിന് ചുറ്റും ഒന്നുമില്ല. വന്ന് ഇതാണ് നമ്മുടെ പിള്ളേർക്കുള്ള വലിയൊരു ഫീൽഡ് ഉണ്ട്. നല്ല സ്പേസുള്ള ഇഷ്ടം പോലെ സ്ഥലം. ഫുള്ള് പച്ചപ്പ്. അവിടെ നോക്കി മൊത്തം പച്ചപ്പാണ്. കുന്നിൻ ചെരുവിലാണ് നിൽക്കുന്നത്.
ഇവിടുന്ന്. ചേട്ടാ നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്യാണ്. നമ്മുടെ ടെൻ്റ് നമ്മൾ കാറിനോട് അറ്റാച്ച് ചെയ്തു. ഇനി നമ്മുടെ കിച്ചണെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. ടെൻ്റെല്ലാം റെഡി ആവുകയാണ്. ഇത് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. Kitty also doing that. He's helping Acha. ഇതാണ് നമ്മുടെ ടെൻ്റ്. ടെൻ്റൊക്കെ അടിപൊളി സെറ്റപ്പ് ചെയ്തു. ടെൻറ്റിനകത്തേക്ക് കയറുവാണ്. നമ്മൾ ബാക്ക് സൈഡിലാണ് മൊത്തം സെറ്റ് ചെയ്ത്. സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കാൻ പോകുന്നു. അന്ന് ആദ്യം തന്നെ നമ്മൾ ആ ടെൻ്റ് അങ്ങ് സെറ്റ് ചെയ്തു. പതുക്കെ സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നു. ഇതാണ് ടെൻറ്റിൻ്റെ അകം. ഇത് നമ്മളിങ്ങനെ അറ്റാച്ച്ഡാണ്, ഫുൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. Hello, chat. Hey, chat. Chat. Chat? Hello, chat. Hello, chat. What's up, chat? ഇതാണ്, ഇവിടെയാണ് നമ്മുടെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റാണ്. ബാക്കിൽ ഗ്രൗണ്ടാണ്. ഇവിടെ വേണം നമുക്ക് ബാർബിക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ 29 നമ്പർ. ആണ് നമ്മുടെ ബാക്ക് സൈഡ്. ഇവിടെ നിന്ന് കറണ്ട് എടുക്കും നമ്മൾ. ഇത് കറണ്ട് എന്ന് നമ്മൾ കുത്തി എടുക്കും. നമ്മൾ അതിൻ്റെ ബില്ല് ഇത് വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ എൻഡിലാണ്. ഏകദേശം ഒരു എൻഡായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആയാലും കൊണ്ടുവന്ന് വലിയ ക്യാമ്പർ കൊണ്ടുവന്ന് ചെയ്യുന്നത് ട്രെയിലർ ടൈപ്പ് അത് കൊണ്ടുവരുന്നു. അത് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. ഓൺ കൊണ്ടുവരുന്നവരുണ്ട്. ഇവിടെ സ്റ്റേബേ കിടക്കുന്ന സാധനങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വന്ന് ക്യാമ്പർ വാന് ടെൻറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ക്യാമ്പർ വാനിൽ സെറ്റ് ചെയ്ത് കിടക്കുന്നത് ഇവിടെ. അതിൻ്റെ അപ്പുറത്തേക്ക് ടെൻറ്റ് മാത്രമായിട്ട് നല്ല ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ എല്ലാം കാലിയാണ്. ഇവിടെ ഒന്നുമില്ല. ഈ പിച്ചിലെല്ലാം ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ട് കേട്ടോ. നമുക്കും ഉണ്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ. അതുപോലെ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ഇതുപോലത്തെ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ 2 ടോയ്ലറ്റ് ഉണ്ട്. നല്ല ടോയ്ലറ്റ്, അടിപൊളി ടോയ്ലറ്റൊക്കെയാണ്. ഇവിടെയാണ് ഇവിടെ നമ്മുടെ നമ്മുടെ വേസ്റ്റ് എല്ലാം കൂടെ നമുക്ക് ഇവിടെ കൊണ്ട് തട്ടാം. ന്യായ വേസ്റ്റുകൾ നമുക്ക് എന്തായാലും വരുമല്ലോ, അതെല്ലാം ഇവിടെ കൊണ്ട് തട്ടുന്ന സ്ഥലം. പിന്നെ ഇവിടെ ടോയ്ലറ്റ് വേസ്റ്റ് കളയുന്ന സ്ഥലം അപ്പുറത്താണ് ടോയ്ലറ്റ്. പിന്നെ വേസ്റ്റ് കളയുന്ന അപ്പുറത്തെ സൈഡുമാണ്. അപ്പം നമ്മുടെ വൈകിട്ടത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഡേ 1 വെയിൽസിൽ ഞങ്ങൾ ഗ്രില്ല് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഈ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ വന്നിട്ട് ഗ്രില്ല് ചെയ്യുന്നത്. കാരണം ഞങ്ങളൊരു ഫയറിൻ്റെ സാധനമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ ഗ്രില്ലൊക്കെ റെഡിയായി.
സലാഡ് റെഡിയായി. ഞങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പർ, നല്ല അടിപൊളി ചിക്കൻ ഗ്രില്ല്. എനിക്ക് നല്ല സ്ഥലമാണ് കിട്ടിയത്. ഇപ്പുറത്ത് ആരും സുഖമില്ല, ഇപ്പുറത്തെ ആൾക്കാരില്ല, അപ്പുറത്ത് പിന്നെ ഒരാളുണ്ട്. അത് കാരണം ഞങ്ങൾ ഇപ്പുറത്ത് ഗ്രില്ലടിക്കുക. ഫസ്റ്റായിട്ടോ നമ്മൾ ഗ്രില്ല് സാധനമൊക്കെ. ഇത് സാധനമാണ്, ഇതാ ബീനമെന്ന് വാങ്ങിച്ചത്. അത് നല്ല പോർട്ടബിൾ സാധനം, അടിപൊളി സാധനം. നമുക്ക് പറ്റിയ ഒരു മേശയുണ്ട്, അത് ഇരുമ്പാണ്. അത് ചൂടായിട്ടോ, ഇത് ചൂടായി. ഓ, ഇത് ഭയങ്കരമായിട്ട് ചൂടായി, ഭയങ്കരമായിട്ട് ചൂടാടി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ എഴുന്നേറ്റ് രാവിലെ മാഗിയൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നു. എല്ലാവരും എഴുന്നേറ്റ്. ഞങ്ങൾ രാവിലെ 5 മണിയായപ്പോഴേക്കും നേരം എടുത്തുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു. രാവിലെ ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായിട്ട് വന്ന് ഇരിക്കുവാണ്. രാവിലെ മാഗി ഉണ്ടാക്കി അതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കും. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്, നമ്മുടെ കസേര. നമ്മളെല്ലാം സെറ്റ് ചെയ്ത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ വാനിൻ്റെ അകത്തെ സെറ്റപ്പ്. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ്. കാരണം രാത്രി വീഡിയോ എടുക്കാൻ ഇരുട്ടല്ല, അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തെ കാര്യങ്ങൾ. പിള്ളേർ നല്ല ഉറക്കത്തിലാണ്. 2 പേർക്ക് വിശാലമായിട്ട് നീണ്ടു കിടക്കാൻ പറ്റും നമ്മുടെ ഇതിനകത്ത്. ഇതും കൂടെ ഇനി താത്തിയിട്ട് കുറച്ചും കൂടെ ഇതായിട്ട് താത്തി നമുക്ക് ഈ സീറ്റ് കൊണ്ട് താത്തിയിട്ട് കഴിഞ്ഞാൽ നീളത്തിൽ ഫുള്ള് കിടക്കാം. ഇപ്പോൾ ഇവന്മാർ ഇത്ര ഹൈറ്റേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ നീണ്ട ആവശ്യം പറ്റില്ല. ഇതും കൊണ്ട് നമുക്കിനി താത്തിയിടാൻ പറ്റും. താത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ള് നിവർത്തി സുഖമായിട്ട് കിടക്കാം നമുക്ക്. ഞങ്ങൾ ഇന്ത്യൻ ആർമി, ഞങ്ങൾ ജയ്സൽമേർ പോയപ്പോൾ വാങ്ങിച്ചതാണ് തൊപ്പി. ഇഷാൻ, വിഹാൻ, ഇച്ചു, get up. വിഹാൻ, get up. Good morning. Good morning. ടെൻറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മുടെ വാനിലോട്ട്, നമ്മുടെ വണ്ടിയിലേക്ക്. ഞങ്ങൾ നബേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൗണിൽ എത്തി. ഇത് ഹൈ സ്ട്രീറ്റ്, അവിടുത്തെ. ഞങ്ങൾ ഹൈ സ്ട്രീറ്റിലേക്ക് നമുക്ക് പോവാണ്. ഹൈ സ്ട്രീറ്റ്. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 10 Bay ബീച്ചിലാണ് നിൽക്കുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ, ബീച്ച് താഴെയാണ്, വിശാലമായ ബീച്ച്, റൗണ്ടായി കിടക്കുക ബീച്ച്. ഇങ്ങനെ നല്ല തിരക്കുണ്ട്. അതുപോലെ ബീച്ച് നേരെ മുകളിലോട്ട് ടൗണ്. ഈ ടൗണാണല്ലോ നമ്മുടെ സാധാരണ ടൗണില്ല, നല്ല ബിൽഡിങ്ങിനൊക്കെ നല്ല കളറും ഒക്കെ അടിച്ച് സെറ്റപ്പാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ താഴെ അപ്പുറത്തേക്ക് പോവാണ്.
അപ്പോൾ ഫൈനലി ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് ഇറങ്ങുവാണ്. ഇന്നലെ നല്ല തിരക്കായി. ഞങ്ങൾ ബീച്ചിൽ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് പോയതാണ്. നല്ല തിരക്കുണ്ടായി. ഇന്നിപ്പോൾ ഇച്ചിരി മഴ പെയ്തുകൊണ്ട് ബീച്ചിൽ തിരക്കും കുറഞ്ഞു. വെയിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വെയിലില്ല, ചെറിയ മഴയേ ഉള്ളൂ. അല്ല ഇവൻ കുഴപ്പമില്ല. ഇതാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുവാണ്. നമ്മളിപ്പോൾ ഉള്ളത് 10 ബൈ ബീച്ചിലാണ്. ഞങ്ങൾ ബീച്ചിലെത്തി. ബീച്ചിൽ കുഴപ്പമില്ല, നല്ല വെയിൽ വന്നു. തിരക്കില്ല, തിരക്ക് കുറവാണ്. ഇഷാൻ ഇബ്രാനൊക്കെ അവിടെ കളിക്കുന്നു. എൻ്റെ അമ്മേ, സാന്റമാനെ ഒന്ന് വീഡിയോ എടുത്തു ചേട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന കാൾഡി എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് ഒരു 20-30 മിനിറ്റ് ഉണ്ട് അവിടെ എത്താൻ. അതൊരു ക്രിസ്ത്യൻ പ്രൈവറ്റ് ഐലൻഡാണ്. അങ്ങനെ വലിയ വിസ്താരമൊന്നുമില്ല, ചെറിയൊരു ഐലൻഡാണെന്ന് പറഞ്ഞു കേട്ടത്. ദ്വീപ് മെയിനായിട്ട് കാണാനുള്ളത് എന്ന് കേട്ടത് ചർച്ച്, പിന്നെ ഒരു ചോക്ലേറ്റ് ഷോപ്പ്, പിന്നെ വളരെ ആളുകൾ കുറവാണെന്ന് പറഞ്ഞു അവിടെ ആളുകൾ താമസിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ലൈറ്റ് ഹൗസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഐലൻഡ് യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്ര നേരം ഉണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ വന്ന് ലാൻഡ് ചെയ്തു. ആ കാണുന്നതാണ് നമ്മുടെ വന്ന സ്ഥലം. അതാണ് ഐലൻഡ്. പോവാണ്. അപ്പോൾ നമ്മൾ കാൾഡി ഐലൻഡിലെത്തി. ഇത് ഇവിടുത്തെ മാപ്പ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പോകേണ്ട കാണേണ്ട കാഴ്ചകൾ. ഇതൊക്കെ എല്ലാം നമുക്ക് അറിയാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് നോക്കാം. ബീച്ചിൽ ഇവിടെ തിരക്കില്ല. ഇവിടെ വരുന്ന ഒരു ഏറ്റവും നല്ല പരിപാടി, ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ രാവിലെ ഇവിടെ വരിക, വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുക. ഈ ബീച്ചിൽ സ്റ്റേ ചെയ്തിട്ട് പോകുന്നതാണ്, വൈകിട്ട് പോകുന്നതാണ് നല്ലത്. ആ ബീച്ചിനേക്കാൾ ഇവിടെ ഒട്ടും തിരക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അതുപോലെ ചെറിയ തണലൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല സെറ്റപ്പാണ് ഇവിടുത്തെ. 64 പൗണ്ടാണ് ഇവിടെ എത്താൻ ഒരു ഫാമിലിക്ക്. 2 അഡൽട്ട് 2 കിഡ്സിനും കൂടെ. അപ്പോൾ ഞങ്ങൾ ഐലൻഡിലെ മെയിൻ സ്ഥലമായിട്ട് സ്ഥലത്ത് ഞങ്ങളെത്തി. ടീ ഗാർഡൻ നല്ല അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം വെച്ചാൽ
സൂപ്പർ ഒരു സ്ഥലം. നമ്മൾ ആദ്യമായിട്ടില്ല ഒരു ഐലൻഡ് വരുന്നത്. ആ ഐലൻഡിലും പോയിട്ടില്ല. ആൾക്കാരൊക്കെ ഇത് കഴിക്കുന്നു. ഒരു കഫേയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ സ്ഥലം. പള്ളി, മ്യൂസിയം, കാര്യങ്ങളൊക്കെ. ഗാലറി ഷോ. ഫസ്റ്റ് കണ്ടിട്ട് വരാം. ഇതാണ് അബേ ചർച്ച്. ഫൈനലി നമ്മൾ ചർച്ചിലെത്തി. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for. But babe, with me, you close the door on everything we could have been. Don't go thinking we could be friends. No, you can't bring us back from the dead. 'Cause when you know, you know. And when you don't, when it ends, it ends. When it ends, it ends. I really thought we might have been it, so my heart was shattered when it took the hit. Oh, I can't imagine doing all that again, even for one night to see where it went. Here's the thing, you made your നമ്മൾ ഐലൻഡ് കണ്ടു കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാണ്. 5 മണിക്ക് ലാസ്റ്റ് ബോട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് ഇനി പെമ്പക് ഓർ കോസ്റ്റ് പോകും. I never thought I'd fly over my own state. Something about those city lights were calling out my name. Now mama, don't you cry. You know there'll come a day where I come visit you at home. And if I never stay, the same old now welcome sign, the population getting by, crossing that county line brings back the good old days, with the same old station on the side of that homegrown two-lane paradise, watching that midnight sky you don't see
നമ്മുടെ ഡോർച്ചസ്റ്റർ പോലെ ഉണ്ട്. നമ്മുടെ ഡോർച്ചസ്റ്റർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. പക്ഷെ നമുക്ക് ഡോർച്ചസ്റ്റർ മാത്രം കണ്ടാൽ പോരല്ലോ. നല്ല അടിപൊളി. ഇത് നല്ല പച്ചപ്പല്ലേ. What is this? വെതർ നല്ല സൂപ്പർ. നമ്മളിപ്പം ബാക്സിലെ നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ബോഷട്ടോൺ എന്ന സ്ഥലത്താണ്. അത് നല്ല വ്യൂ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടെ വണ്ടി പാർക്കിംഗ് ഇട്ട് അതൊക്കെ താഴേക്ക് ഇറങ്ങണം. അവിടുത്തെ ഒരു കാട് പോലെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. I am waiting for a bus at the end of the night, under street lamp, red face flame by the light. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഇവിടെ ലില്ലി പോണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. ലില്ലി പോണ്ട് പിന്നെ ഒരു സൈഡേ ഉള്ളൂ കൈവരി, ഒരു സൈഡ് കൈവരി ഇല്ല. Blooming flowers, as much as I can hold. I'm gone away. I'm gone away. I'm gone away. And the sun gonna shine on a brand new day for me. A brand new day for love. Brand new day for me. Brand new day for love. Yeah, I'm motorboating. I'm gone away. I'm gone away. നമ്മളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ക്യാമ്പിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാ സാധനവും പിന്നെ റീലോഡഡായി. നമ്മൾ 4 പേരോടുള്ളതുകൊണ്ട് ടെൻറ്റൊക്കെ നമ്മൾ ഷൂക്കൊന്നും പറഞ്ഞകത്ത് കയറ്റി. പിന്നെ എല്ലാം പാക്ക് ചെയ്ത് നമ്മളെല്ലാം ടെൻ്റെ എല്ലാ സാധനങ്ങളും നമ്മളകത്ത് കയറ്റി. അപ്പം നമ്മൾ ഹെൻറൈഡ് വാട്ടർഫോൾ കാണാൻ പോവാണ്. പൊക്കോണ്ടിരിക്കുകയാണിത്. നമ്മൾ എത്താറായി. ഇതാണ് അങ്ങോട്ടുള്ള വഴി. ഞങ്ങൾ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ഒരു 1 hour 45 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. എത്താറായി. നമ്മൾ ഇനി ഒരു 5-6 മിനിറ്റ് കൂടെ ഉള്ളൂ. അതാണ് അങ്ങോട്ട് പോകുന്ന വഴി. വലിയ മരമൊക്കെ ഉള്ള നമ്മുടെ കാട് പോലത്തെ. ആക്ച്വലി ഇത് നാഷണൽ പാർക്കാണ്. നാഷണൽ പാർക്കിൻ്റെ അവിടെയാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. അതുകൊണ്ട് മരങ്ങളൊക്കെ ഉള്ള വാട്ടർഫോൾ. അപ്പം നമ്മളെത്തി വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് എത്തി. നമ്മളിതിൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്.
വാട്ടർഫോളിലെത്തി. ഇത് വാട്ടർഫോൾ പേരിന് അവിടെ നിന്ന് നടന്നു വന്നത് എൻ്റെ ഒരു കുഞ്ഞ പാലമൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ പോകുന്നു. ഓ ഫൈനലി നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. വാട്ടർ ഫോൾസ് കുറവാണ്. അതാണ് വാട്ടർഫോൾ. അമ്മ വരുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഇന്ന് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ, വാട്ടർഫോൾ കാണുന്നത്. നമ്മൾ വാട്ടർഫോൾ കണ്ടു. ഇപ്പം 2:45 ആയി. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകും. അവർ ഞങ്ങൾക്ക് അവിടെ ലഞ്ച് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3 ഡേയ്സ് ആയല്ലോ ചോറ് കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അത് പോകുന്ന വഴിക്കാണ് ബ്രിസ്റ്റോളിൽ. നമ്മൾ അവിടെ കയറും, ലഞ്ച് കഴിക്കും, എന്നിട്ട് നേരെ ഡോർച്ചസ്റ്ററിൽ നമ്മുടെ വീട്ടിലോട്ട്. ട്രിപ്പെല്ലാം അടിപൊളിയായിരുന്നു. ക്യാമ്പിങ് സൂപ്പറായിരുന്നു. 3 ഡേയ്സ് പോയതേ അറിഞ്ഞില്ല. നല്ലതായിരുന്നു. മെയിൻലി നല്ല വെതറായിരുന്നു അല്ലേ? നല്ല വെതർ. ഓൾമോസ്റ്റ് അതെ അതെ, പോയതറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം നാളെ മുതൽ. അതൊക്കെ ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം. എന്നാലും നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ. ചിവിഹാൻ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ലോകവുമില്ല രണ്ടുപേരും. ഓക്കെ, അപ്പോൾ ശരി. എന്നാൽ നമുക്കിനി വേറെന്തെങ്കിലും പരിപാടിയായിട്ട് കാണാം. ശരി എന്നാൽ ബൈ ഫ്രം DT സ്റ്റോറീസ്. ബൈ.